നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ വീഡിയോ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട മകരം രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. മകരം രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു സുവർണ കാലഘട്ടമാണ് 2026 ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ നീണ്ടു നിൽക്കുന്നത്. ജ്യോതിഷത്തിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ഗ്രഹമായിട്ടാണ് ദേവഗുരുവായ വ്യാഴത്തെ കണക്കാക്കുന്നത്. നീണ്ട 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വ്യാഴം ഇത്തരത്തിൽ ഉച്ചസ്ഥിതിയിൽ മകരം രാശിക്കാരുടെ ജീവിതത്തിലേക്ക് ശുഭഫലങ്ങൾ നൽകാനെത്തുന്നത്. ഒരു ഗ്രഹം അതിന്റെ രാശിചക്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും ശക്തമാകുന്ന അവസ്ഥയെയാണ് ഉച്ചാവസ്ഥ എന്ന് പറയുന്നത്. ഈ സമയത്ത് വ്യാഴം അതിന്റെ പൂർണ്ണമായ കരുത്തോടെയും ഐശ്വര്യത്തോടെയും നിങ്ങൾക്ക് ഫലം നൽകും. വ്യാഴം വക്രഗതിയിലല്ലാതെ നേരിട്ട് സഞ്ചരിക്കുന്നു എന്നത് ഈ ഗ്രഹമാറ്റത്തിന്റെ ഗുണഫലങ്ങൾ തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമാകുന്നു. മകരം രാശിക്കാരുടെ കേന്ദ്രസ്ഥാനമായ 7ാം ഭാവത്തിലാണ് വ്യാഴം രാശി മാറുന്നത്. ഒരാളുടെ വിവാഹകാര്യങ്ങൾ, ജീവിത പങ്കാളി എന്നിവയെ സൂചിപ്പിക്കുന്ന ഇടമാണ് 7ാം ഭാവം. അവിടെ വ്യാഴം ഉച്ചാവസ്ഥയിൽ വരുന്നത് വിവാഹ തടസ്സങ്ങൾ മാറാനും അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താനും സഹായിക്കും. നിങ്ങൾ മറ്റൊരാളുമായി ചേർന്ന് ചെയ്യുന്ന ബിസിനസ്സുകളിൽ വലിയ പുരോഗതിയും ധാരണയും ഉണ്ടാക്കാൻ ഈ സമയം കാരണമാകും. 7ാം ഭാവം നിങ്ങളുടെ 1ാം ഭാവവുമായി, അതായത് നിങ്ങളുടെ വ്യക്തിത്വവും ശരീരവുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഈ മാറ്റം നിങ്ങളുടെ സ്വഭാവത്തിലും വലിയ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാക്കും. ചുരുക്കത്തിൽ 12 വർഷത്തിന് ശേഷം മകരം രാശിക്കാർക്കായി ഒരുങ്ങുന്ന ഈ അപൂർവ രാശിമാറ്റം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധിയും ഭാഗ്യവും നേടിത്തരും. മകരം രാശിക്കാരുടെ ജാതകത്തിൽ 7ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ വരവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. വിവാഹകാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നവർക്കും പുതിയ ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം ഏറ്റവും ഉത്തമമാണ്. പ്രത്യേകിച്ചും 2026 ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെയുള്ള കാലയളവ് വളരെ ശുഭകരമാണ്. ഈ സമയത്തിനുള്ളിൽ വിവാഹം നടക്കാനോ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന വിവാഹാലോചനകൾ ഉറപ്പിക്കാനോ വലിയ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൈവരാൻ വ്യാഴത്തിന്റെ ഈ മാറ്റം സഹായിക്കും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലുള്ള സംരംഭങ്ങൾ വിപുലീകരിക്കാൻ നോക്കുന്നവർക്കും ഈ സമയം അനുകൂലമാണ്. ബിസിനസ് പങ്കാളികളുമായി നല്ല ധാരണയുണ്ടാക്കാനും പുതിയ കരാറുകളിൽ ഒപ്പിടാനും ഈ കാലയളവ് സഹായിക്കും. പങ്കാളിത്തത്തോടെ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് കൂടുതൽ സാമ്പത്തിക നേട്ടം ഈ സമയം പ്രതീക്ഷിക്കാം. ജനങ്ങളുമായി നിരന്തരം ഇടപഴകേണ്ടി വരുന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് വലിയ നേട്ടങ്ങൾ നൽകുന്ന സമയമാണ്. ഡോക്ടർമാർ, ജ്യോതിഷികൾ, അധ്യാപകർ, കൗൺസിലർമാർ തുടങ്ങിയവർക്ക് ഈ സമയം വളരെ ഗുണകരമായിരിക്കും. നിങ്ങളുടെ ആശയവിനിമയത്തിൽ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടും. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ അറിവും വ്യക്തതയും കൂടും. ഇത് മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 7ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ ജന്മരാശിയെ അഥവാ 1ാം ഭാവത്തെ നേരിട്ട് നോക്കുന്നു. നമ്മുടെ സ്വഭാവം, ആരോഗ്യം, ചിന്താഗതി എന്നിവയെ സൂചിപ്പിക്കുന്ന ഇടമാണ് 1ാം ഭാവം. ഈ ദൃഷ്ടിഫലം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാന മാറ്റങ്ങൾ വരുത്തുന്നു. ഇതിനു മുമ്പ് നിങ്ങൾ അമിതമായി ചിന്തിക്കുന്ന പ്രകൃതക്കാരനോ മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്നവരോ ആയിരുന്നെങ്കിൽ ഈ കാലയളവിൽ വലിയ ആശ്വാസം ലഭിക്കും. വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി ചന്ദ്രരാശിയിലോ ലഗ്നത്തിലോ പതിക്കുന്നത് അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കാനും സ്ഥിരത നൽകാനും സഹായിക്കുന്നു. വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ അവസ്ഥകളിൽ നിന്ന് മോചനം നേടാൻ ഇത് നിങ്ങളെ സഹായിക്കും. അറിവില്ലായ്മ കൊണ്ടോ മോശം കൂട്ടുകെട്ടുകൾ കൊണ്ടോ നിങ്ങൾ ചെയ്തു പോന്നിരുന്ന തെറ്റായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ലഹരി ഉപയോഗം, അനാവശ്യ കൂട്ടുകെട്ടുകൾ എന്നിവ തിരിച്ചറിയാനും അവ തിരുത്താനും ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ വ്യാഴം നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾ സ്വയം ഒരു മികച്ച വ്യക്തിയായി മാറാൻ പരിശ്രമിക്കും.
മുൻപ് വ്യാഴം നിങ്ങളുടെ 6-ാം ഭാവത്തിലായിരുന്നപ്പോൾ ദഹനക്കേട്, അമിതവണ്ണം തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ 1-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിക്കുന്നതോടെ ശാരീരികമായി കൂടുതൽ ഊർജ്ജസ്വലനാകാനും സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. നിങ്ങൾ കൂടുതൽ അറിവുള്ളവരായി മാറുകയും വിവേകപൂർവം കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും. മറ്റുള്ളവരുമായി അറിവുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സംവാദങ്ങളിൽ ഏർപ്പെടാനും നിങ്ങൾ താല്പര്യം കാണിക്കും. സമൂഹം നിങ്ങളെ കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങും. ജ്യോതിഷത്തിൽ 11-ാം ഭാവം എന്നത് ലാഭസ്ഥാനമെന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, സാമ്പത്തിക ലാഭം എന്നിവയെല്ലാം ഈ ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഗ്രഹമായ വ്യാഴം ഈ ഭാവത്തിലേക്ക് ദൃഷ്ടി നൽകുന്നത് മകരം രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ നൽകും. വ്യാഴം ധനത്തിന്റെയും ഭാഗ്യത്തിന്റെയും കാരകനാണ്. വ്യാഴത്തിന്റെ ദൃഷ്ടി ലാഭസ്ഥാനത്ത് പതിക്കുന്നതോടെ നിങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ വലിയ പുരോഗതിയുണ്ടാകും. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാനും പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം നേടാനും ഈ സമയം നിങ്ങളെ സഹായിക്കും. ധനപരമായ എല്ലാ കാര്യങ്ങളിലും ഒരു ദൈവീകമായ അനുഗ്രഹം നിങ്ങൾക്ക് അനുഭവപ്പെടും. ജോലി ചെയ്യുന്നവർക്ക് ഈ കാലയളവിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ വളരെ വലിയ സാധ്യതയുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരവും പദവിയും ലഭിക്കുന്ന സമയമാണിത്. കരിയറിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട ശമ്പളത്തോടു കൂടിയ പുതിയ ജോലികൾ ലഭിക്കാനും ഈ ഗ്രഹസ്ഥിതി സഹായിക്കും. 11-ാം ഭാവം ആഗ്രഹങ്ങളുടെ ഭാവമായതിനാൽ നിങ്ങൾ ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഈ സമയത്ത് യാഥാർത്ഥ്യമാകും. തടസ്സങ്ങൾ നീങ്ങുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടു നീങ്ങുകയും ചെയ്യും. ഏതൊരു പുതിയ സംരംഭം തുടങ്ങാനും ഈ സമയം ഏറ്റവും അനുയോജ്യമാണ്. ജ്യോതിഷത്തിൽ 3-ാം ഭാവം എന്നത് ആശയവിനിമയം, ചെറിയ യാത്രകൾ, സഹോദരങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന സ്ഥാനമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വരുമാനം കണ്ടെത്തുന്നവർക്കും കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവർക്കും ഈ സമയം സുവർണകാലമാണ്. നിങ്ങൾ നിർമ്മിക്കുന്ന വീഡിയോകൾക്ക് വലിയ രീതിയിലുള്ള ജനപ്രീതി ലഭിക്കാനും അവ വൈറലാകാനുമുള്ള സാധ്യത കൂടുതലാണ്. കൂടുതൽ പ്രേക്ഷകരിലേക്ക് നിങ്ങളുടെ ക്രിയേറ്റീവായ ആശയങ്ങൾ എത്തിച്ചേരുകയും അതുവഴി നിങ്ങളുടെ ഡിജിറ്റൽ മേഖലയിലുള്ള വളർച്ച വേഗത്തിലാവുകയും ചെയ്യും. 3-ാം ഭാവം സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നിങ്ങളുടെ താഴെയുള്ളവരെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങളുടെ അനുജനോ അനുജത്തിക്കോ അവരുടെ പഠനത്തിലോ ജോലിയിലോ വലിയ വിജയങ്ങൾ നേടാൻ ഈ കാലയളവിൽ സാധിക്കും. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നല്ല മാറ്റങ്ങൾ നിങ്ങൾക്കും കുടുംബത്തിനും വലിയ സന്തോഷം നൽകും. വിനോദത്തിനായോ ജോലിയുടെ ഭാഗമായോ ഉള്ള ചെറിയ ദൂരയാത്രകൾക്ക് ഈ സമയം വളരെ അനുയോജ്യമാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും ട്രാവൽ വ്ളോഗുകൾ ചെയ്യുന്നവർക്കും പുതിയ ഇടങ്ങൾ സന്ദർശിക്കാനും മികച്ച രീതിയിലുള്ള വീഡിയോകൾ നിർമ്മിക്കാനും ഈ സമയം പ്രയോജനപ്പെടുത്താം. ഓൺലൈൻ വഴിയുള്ള പുതിയ ബിസിനസ്സുകളോ മറ്റ് സംരംഭങ്ങളോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യമാണ് 3-ാം ഭാവത്തിലെ വ്യാഴദൃഷ്ടിയൊരുക്കുന്നത്. വ്യാഴത്തിന്റെ അനുകൂലമായ മാറ്റത്തിലൂടെ ലഭിക്കുന്ന ശുഭഫലങ്ങൾ തടസ്സങ്ങളില്ലാതെ അനുഭവിക്കുന്നതിനായി ഇനി പറയുന്ന ലളിതമായ കാര്യങ്ങൾ ദിവസവും ശീലമാക്കുക. മകരം രാശിയുടെ അധിപൻ ശനിദേവനാണ്. അതുകൊണ്ട് തന്നെ ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നത് മകരം രാശിക്കാർക്ക് കരിയറിലും വ്യക്തിജീവിതത്തിലും വലിയ ഗുണങ്ങൾ നൽകും. ദിവസവും 108 തവണ ശനീശ്വര സ്തോത്രം ജപിക്കുക. ഇത് ശനിദോഷങ്ങൾ അകറ്റാനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. രാവിലെ ഉറക്കമുണർന്ന ഉടൻ തന്നെ മറ്റു ചിന്തകളിലേക്ക് പോകാതെ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മനസ്സിന് ശുദ്ധി നൽകാനും ദിവസം മുഴുവൻ സമാധാനത്തോടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഈ പ്രാർത്ഥന സഹായിക്കും. മകരം രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ പ്രവചനങ്ങൾക്കും അറിവുകൾക്കുമായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക.
എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.